ഗൈസ് എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വേറെ ഒന്നുമായിട്ടല്ല, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, നമ്മൾ വീഡിയോയിലൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളൊരു ഫാനാണ്. ഈ ഫാനിന് വേറെ പ്രശ്നമൊന്നുമില്ല, വർക്കിംഗ് ഒക്കെയാണ്. പക്ഷേ ഇത് കാറ്റ് ഇങ്ങോട്ട് നമ്മൾ അടിക്കുമ്പോൾ നല്ലൊരു ബാറ്ററി കത്തുന്ന പോലത്തെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഒരു പുകഞ്ഞ സ്മെല്ല് വരുന്നുണ്ട്. ബാറ്ററിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു സ്മെല്ല് വരുന്നുണ്ട്, അതുകൊണ്ട് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് ഒന്ന് അഴിച്ചു നോക്കാം, ഇതിൻ്റെ പ്രശ്നം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതിനകത്ത് വേറെ സ്ക്രൂ ഒന്നും കാണുന്നില്ല, എങ്ങനെ അഴിക്കേണ്ടതെന്നൊന്നും കാണുന്നില്ല. ആ പഴയ ചാർജ് ചെയ്യുന്നൊരു പോർട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി വേറെ ഒന്നും ഒരു സ്ക്രൂ ഇല്ല. നമുക്കിത് സ്റ്റാൻഡാണ്. അപ്പം ഇവിടെ മാത്രം ഒരു ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇത് ഊരിയെടുക്കാമായിരുന്നു. അപ്പം ബാറ്ററി നമുക്ക് കാണിക്കാം. ബാറ്ററി ആണിത്. നമുക്ക് എങ്ങനെ ഊരിയെടുക്കേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. ഞാൻ അതിനുവേണ്ടി കുറച്ച് ടൂൾസ് കൈ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഹാമർ, വീട്ടിലുണ്ടാക്കിയെടുത്തൊരു ഹാമറാണ്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ഹാമറാണ്. പിന്നെ അതുപോലെ നമ്മളൊരു പ്ലെയർ എടുത്തിട്ടുണ്ട്, ഉപയോഗപ്പെടുന്നതായിരിക്കും. നമ്മൾ പ്ലെയർ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കോമ്പസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നൈഫ് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്രൂ ഡ്രൈവറിന് പകരം ഉപയോഗിക്കാൻ പറ്റിയൊരു ചെറിയ നൈഫാണിത്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ നമ്മളില്ല, അതിന് പകരമാണ് നമ്മൾ നൈഫ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ പോകാം. അപ്പോൾ ഗൈസ് നമുക്കിത് രണ്ടായിട്ട് വേർതിരിക്കുന്ന ഒരു മാർഗവും കാണുന്നില്ല. നമ്മൾ ഒത്തിരി വലിച്ച് ഇതൊക്കെ ഇട്ട് നോക്കാം. നമുക്ക് എന്തായാലും കത്തിയൊക്കെ ഇട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു കാരണവശാലും ഇത് ഭയങ്കര നല്ലപോലെയാണ് ഇത് ബ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഊരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ നോക്കാം, ഊരി നോക്കാം. നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ഊരി എടുത്തിട്ടുണ്ട്, നമുക്ക് ബാക്കിയും കൂടി ഊരിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അത്യാവശ്യം ഊരി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇങ്ങനെ വരുന്നു. ഓക്കെ ഗൈസ്, നമ്മളിത് ഊരി എടുത്തിട്ടുണ്ട്, പൊട്ടാതെ തന്നെ ഊരി എടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ച് വയ്ക്കാനുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്വിച്ച് നമ്മൾ ഇളകി വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, നമുക്കിനി എന്തൊക്കെയാണ് ഇനി വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു മോട്ടർ വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു നമ്മുടെ ചാർജ് ചെയ്യുന്ന സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. സ്വിച്ച് ചെയ്താൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്, ഒരു കുഴപ്പമില്ല. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. ഇപ്പോഴും നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഗൈസ്, നമുക്ക് ഇതും കൂടെ നോക്കിയെടുക്കാം. ഗൈസ്, ഈ മോട്ടർ ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ക്രൂവിലാണ്. ഈ സ്ക്രൂ നമുക്ക് 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് തുറന്നെടുക്കാം. ഗൈസ്, നമ്മൾ ഫസ്റ്റ് സ്ക്രൂ അങ്ങനെ ഒഴിക്കുകയാണ്. നമ്മുടെ മോട്ടർ അത്യാവശ്യം ഇളകി വരുന്നുണ്ട്. നമുക്ക് 2 സ്ക്രൂവും കൂടെ നമുക്കൊന്ന് അഴിച്ചെടുക്കാം. നമ്മുടെ ബാറ്ററി ഇപ്പം തന്നെ ഇങ്ങനെ തൂങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്ക്രൂ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ക്രൂവും കൂടെ ഒന്ന് ഊരാം. ഓക്കെ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ സ്ക്രൂവും കൂടെ ഊരി എടുത്തിട്ടുണ്ട്. നമ്മുടെ മോട്ടർ നമ്മുടെ കൈ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോട്ടർ. ഇതൊരു കേസ് മാത്രമേ ഉള്ളൂ കൂടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്തൊരു മിനി മോട്ടറാണ് വെച്ചിരിക്കുന്നത്. മിനി മോട്ടറിനാണ് ഇത്രയും പവർ വരുന്നത്. നമുക്കത് ഒന്നും കൂടെ ഒന്ന് ഉണക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിരിക്കും ഇവിടെ മിനി മോട്ടറാണ് ഇരിക്കുന്നത്. നമുക്ക് സ്വിച്ച് ഒന്നും കൂടെ ആക്കാം. എൻ്റെ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചതുകൊണ്ട് പേടിയുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓണാക്കാം. ഇപ്പോൾ നല്ല കാറ്റിൽ പടർത്തിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മോട്ടർ കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുകയുന്ന ഉള്ളിൽ കോപ്പർ പുകയുന്നതാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കൊരു സ്മെല്ല് പോലെ അടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോപ്പറിൻ്റെ മണമാണ് നമുക്ക് വിചാരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫാൻ വരുന്നത്. ഇത് മാറ്റി കഴിഞ്ഞ് നമ്മുടെ മോട്ടർ വരും. നല്ലൊരു മോട്ടർ നല്ല ഹീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്കൊന്നും ഇതിൻ്റെ ഒരു പവർ നമുക്ക് സെറ്റ് ചെയ്യാം. ഭയങ്കര പവറിലാണ് പറക്കുന്നത്. നല്ലൊരു സൗണ്ട് കേൾക്കാം. അല്ല, ഈച്ച മൂളുന്ന സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫാനൊന്ന് വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ഓണാക്കാം.
ഓക്കെ, നല്ല കാറ്റിൽ ഓണാവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രശ്നം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതേപോലെ തിരിച്ചു വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് മോട്ടർ ഉറപ്പിച്ച് വെക്കാനായിട്ട് നമുക്ക് സ്ക്രൂ ഒക്കെ ഇട്ട് വെക്കാം. അപ്പോഴും പുകഞ്ഞ മണം ഒന്ന് മാറിയിട്ട് നമ്മൾ ആ മോട്ടർ എടുത്തൊന്ന് ശരിയാക്കുമ്പോൾ അതിൻ്റെ സ്ക്രൂ ഒന്ന് തിരിച്ച് വെച്ചാൽ മതിയായിരുന്നു. നമുക്കിനി ഇതൊന്ന് ഫിറ്റ് ചെയ്യാം, സ്ക്രൂ ഒക്കെ ഇട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടറിൻ്റെ ഫാൻ പ്രൊപ്പല്ലർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പ്രൊപ്പല്ലർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫാനൊന്ന് പ്രവർത്തിച്ച് നോക്കാം. ഗൈസ്, ഇന്നും കൊള്ളാൻ നല്ല കാറ്റ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊക്കെ എന്നിട്ട് സെറ്റാക്കാം. ഗൈസ്, ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അടപ്പെടുത്തിട്ട് ഇതിൻ്റെ സ്വിച്ച് എടുത്തിട്ട് ഇവിടെ സ്വിച്ചിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കയറ്റിങ് വെച്ചെടുത്താൽ ഓക്കെ, നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ഓഫ്. ഓക്കെ, നമ്മുടെ സ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മൂടിയിട്ട് കൊടുക്കാം. മൂടിയിട്ട് കൊടുക്കാൻ വളരെ സിമ്പിളാണ്. ഇവിടെ കുറച്ച് ഹോൾസ് ഉണ്ട്, അപ്പോൾ അതിനകത്തേക്ക് നമുക്കിത് കയറ്റി ഇട്ട് കൊടുത്താൽ മതി. എല്ലാ ഹോൾസിലേക്കും കൃത്യമായിട്ട് വരുന്ന രീതി നമുക്ക് കയറ്റി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, നമ്മൾ എല്ലായിടവും കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡും ഈ സൈഡും എല്ലാം നമുക്കൊന്ന് കയറ്റിയിട്ട് കൊടുക്കണം. ഓക്കെ, നമുക്കിനി നല്ലോണം ടൈറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു യെല്ലോ ഷെല്ലുണ്ട്, അപ്പോൾ നമുക്ക് ആ ഷെല്ലും കൂടെ കയറ്റിയിടണം. ഓക്കെ, നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് ഗൈസ് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചാർജിങ് പോർട്ട് ഇച്ചിരി തള്ളി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഊരിയിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ പോർട്ട് ഇവിടെ കൃത്യമായിട്ട് ഇരിക്കുന്നില്ല. ഇതിൽ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കൊന്ന് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫാൻ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളെല്ലാം കറക്റ്റാക്കിയപ്പോൾ ഫാൻ ഓണാണ്. നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഓഫാക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം. പക്ഷെ നമ്മൾ ഇത് ചെയ്തപ്പോൾ നമ്മുടെ പോർട്ട് ഇച്ചിരി അകത്തോട്ടുമായിപ്പോയി. നമ്മളിത് അടയാനും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇച്ചിരി ഓപ്പൺ ഏരിയ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ചാർജിങ് പോർട്ട് ഇതിനകത്ത് കൃത്യമായിട്ട് കണക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോഴും നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യണം. നല്ലപോലെ നമ്മുടെ ഫാനിൻ്റെ നേരത്തെ മണമെല്ലാം മാറിയിട്ടുണ്ട്. നല്ലൊരു ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.